പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകണം. റിപ്പോർട്ടിൻ്റെ ഒരു ഇമ്പാക്റ്റാണ്. തിരുവനന്തപുരത്ത് മാറനല്ലൂരിൽ അംഗൻവാടിയിൽ വെച്ച് 3 വയസ്സുകാരി വീണ് പരിക്കേറ്റ സംഭവം നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും. ആ കുഞ്ഞ് വീണ് പരിക്കേറ്റിട്ട് ആ വിവരം വീട്ടുകാരെ യഥാസമയം അറിയിച്ചില്ല. പിന്നീട് സുഷുമ്നാ നാഡിക്കകം ആ കുഞ്ഞിന് പരിക്കേറ്റു. കുഞ്ഞുകുട്ടിയാണ്. അപ്പോൾ ഈ ജീവനക്കാർക്ക് ഈ വിഷയത്തിൽ സസ്പെൻഷനായിരിക്കും. മാറനല്ലൂർ ഗ്രാമപഞ്ചായത്ത് അംഗൻവാടി വർക്കറെയും ഹെൽപ്പറെയുമാണ് ജില്ലാ ശിശുവികസന ഓഫീസർ സസ്പെൻഡ് ചെയ്തത്. ജീവനക്കാർ ഗുരുതര കൃത്യവിലോപം നടത്തിയെന്ന് ICCDS സൂപ്പർവൈസർ CDPO റിപ്പോർട്ട് നൽകിയിരുന്നു. അരുൺ സോളമൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ സോളമൻ, ഈ റിപ്പോർട്ടിൽ പറയുന്നത് എന്താണ്? ഈ വീണ വിവരം യഥാസമയം കുട്ടികളുടെ രക്ഷിതാക്കളെ അറിയിക്കാതെ പോയി എന്നതാണോ വീഴ്ചയെ ചൂണ്ടിക്കാണിക്കുന്നത്? ഒരുപക്ഷെ ആ സമയത്ത് തന്നെ അറിയിച്ച് ആശുപത്രിയിൽ പോയി ചികിത്സ നേടിയതെങ്കിൽ കുഞ്ഞിന് ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ലായിരുന്നു. ആ കുഞ്ഞിന്റെ അവസ്ഥ എന്താണ് ഇപ്പോൾ? അരുൺ സോളമൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺ. കഴിഞ്ഞ ദിവസം നമ്മൾ അന്വേഷിച്ചപ്പോൾ തന്നെ അറിയാൻ കഴിഞ്ഞത് കുഞ്ഞ് ഗുരുതരാവസ്ഥയിൽ തുടരുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം രാവിലെ തുടർച്ചയായിട്ട് വോമിറ്റിംഗ് ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് ഇന്നായിരുന്നു ശരിക്കും MRI സ്കാനിന് ഡോക്ടർ നിർദ്ദേശിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ വളരെ പെട്ടെന്ന് തന്നെ MRI സ്കാനിന് നിർദ്ദേശിക്കുകയും ഉച്ചയോടുകൂടി തന്നെ ഈ കുട്ടിയെ MRI സ്കാനിന് കയറ്റിയെങ്കിലും ഈ കുട്ടി കരയുന്നത് കൊണ്ട് തന്നെ MRI സ്കാൻ എടുക്കുന്നതിന് കുറച്ച് തടസ്സങ്ങളുണ്ടായിരുന്നു. തുടർന്ന് നമ്മുടെ ഇടപെടൽ കൊണ്ട് തന്നെ മിനിസ്റ്റർ വീണ ജോർജിനെ അറിയിക്കുകയും തുടർന്ന് വേഗത്തിൽ തന്നെ അതിന്റെ പ്രൊസീജിയറൊക്കെ നീക്കി വൈകുന്നേരത്തോടുകൂടി MRI സ്കാൻ കഴിഞ്ഞു എന്നുള്ള വിവരമാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഇതിൽ പ്രധാനമായും ഈ ന്യൂറോ ഡോക്ടർമാർ അടക്കം ഈ കുട്ടിയെ മരുന്ന് നൽകി ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കാതെ മരുന്ന് നൽകി ചികിത്സ നടത്തി അത്തരത്തിൽ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ഒരു ശ്രമമാണ് നിലവിൽ SATയിലെ ഡോക്ടർമാർ ശ്രമം നടത്തുന്നത്. ആ ശ്രമം എന്തായാലും വിജയകരമാകും എന്നുള്ളൊരു ശുഭപ്രതീക്ഷയിലാണ് ഈ അച്ഛനും അമ്മയും. എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ ജില്ലാ ശിശുവികസന ഓഫീസർ നടപടിയെടുത്തിരിക്കുകയാണ്. പ്രധാനമായും ഈ വർക്കറേയും ഹെൽപ്പറേയും സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ സംഭവം നടന്നത് വ്യാഴാഴ്ച 12:30 എന്നാൽ വീട്ടുകാർ ഈ സംഭവം അറിയുന്നത് വൈകുന്നേരം 3:30 ഈ കുട്ടിക്ക് ഇത്തരത്തിൽ കഴുത്തിന് പുറകിലൊരു മുഴ പോലെ ഉണ്ടാവുകയും കുഞ്ഞ് ഉച്ചത്തിൽ നിലവിളിക്കുകയും തുടർന്ന് ഭക്ഷണം കഴിച്ചെങ്കിലും ഛർദ്ദിക്കുന്നു. ഇതിനെ തുടർന്നാണ് ഈ കുഞ്ഞിന് ഇവർ ഇരട്ട കുട്ടികളാണ്. രണ്ടുപേരും ഒരേ അംഗൻവാടിയിലാണ്, മാറനല്ലൂർ ഓഫീസ് റോഡിലുള്ള അംഗൻവാടിയിലാണ് ഇവർ പോകുന്നത്. തുടർന്ന് ഈ കുഞ്ഞിന്റെ ഇളയ സഹോദരൻ കൂടെ ഉണ്ടായിരുന്ന വൈഷ്ണവ് എന്ന് പറയുന്ന കുഞ്ഞാണ് ഈ കുഞ്ഞ് ശരിക്കും ജനലിൽ നിന്ന് വീണു എന്നുള്ളൊരു വിവരം അമ്മയായ സിന്ധുവിനോട് പറയുന്നു. പക്ഷേ ഇതിൽ വളരെ ഈ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ട് അധ്യാപികയോ അല്ലെങ്കിൽ ആയോ ഈ കാര്യം വീട്ടുകാരെ അറിയിച്ചില്ല എന്നുള്ളതാണ്. ഇതിൽ ഗുരുതരമായിട്ടുള്ളൊരു കൃത്യവിലോപം നടന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഈ ICDS സൂപ്പർവൈസറും CDPOയും കണ്ടെത്തിയിരിക്കുന്നത്. നിലവിൽ ഈ ഉദ്യോഗസ്ഥരെ, ഈ 2 ഉദ്യോഗസ്ഥരെയും ഈ കാര്യം അറിയിച്ചില്ല എന്നുള്ളതും വളരെ ഗുരുതരമായിട്ടുള്ള കാര്യമായിട്ട് കാണുന്നു. നിലവിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായാൽ അംഗനവാടി ജീവനക്കാർ പ്രധാനമായും ഉദ്യോഗസ്ഥരെ ഈ കാര്യം അറിയിക്കേണ്ടതുണ്ട്. ഉദ്യോഗസ്ഥരെയും അറിയിച്ചില്ല, ഈ മറ്റൊന്ന് ഈ രക്ഷകർത്താക്കളെയും അറിയിച്ചില്ല എന്നുള്ളതാണ്. കുഞ്ഞിന്റെ അച്ഛൻ രതീഷ് 2 മണിക്ക് ശേഷം ഈ കുഞ്ഞിനെ വിളിക്കാൻ പോകുമ്പോഴും ഈ കാര്യം ഈ അധ്യാപിക ഇവരോട് പറഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെ സമയത്ത് കുഞ്ഞിനെ വിളിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് പോലും നമ്മുടെ ഈ അംഗൻവാടിയിലെ ആയ ഇവരോട് കാര്യങ്ങൾ പറഞ്ഞില്ല എന്നാണ്. അതായത് ഒരുപക്ഷെ ആയ ഭയന്നിട്ടുണ്ടാവണമെന്നും അതല്ലെങ്കിൽ ആയക്ക് ഈ കുഞ്ഞിന് സംഭവിച്ചിരിക്കുന്ന അപകടത്തിന്റെ ഒരു ഗുരുതരാവസ്ഥ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. ആയത് മനഃപൂർവ്വം മറച്ചു വയ്ക്കാനുള്ള സാധ്യത ഇല്ലല്ലോ ഒരുപക്ഷെ. അപ്പോൾ ഈ കുഞ്ഞ് നടന്നു തന്നെയാണോ വീട്ടിലേക്ക് പോയതും ആ സമയത്ത്? അരുൺ, നിലവിൽ ഇവർ കള്ളം പറഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഡോക്ടർമാർ പറയുന്നത്. കാരണം ഈ കുഞ്ഞിനുണ്ടായ പരിക്ക് നിസ്സാര പരിക്കല്ല. സുഷുമ്നാ നാഡിക്ക് ക്ഷതം സംഭവിച്ചിട്ടുണ്ട്, കഴുത്തിൽ പൊട്ടലുണ്ട്. കാരണം കുഞ്ഞിന്റെ കഴുത്ത് ഉറയ്ക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് കുഞ്ഞ് ഇത്തരത്തിൽ ഉറങ്ങാൻ കഴിയാതെ കരയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞ് വീണത് ബേബി ചെയറിൽ നിന്നാണ് അധ്യാപിക അച്ഛൻ രതീഷിനോട് പറഞ്ഞത്. പക്ഷേ ബേബി ചെയറിൽ നിന്ന് വീഴുന്ന ഒരു കുട്ടിക്ക് അത്തരത്തിലൊരു പരിക്ക് ഉണ്ടാകില്ല എന്നുള്ളതാണ് ന്യൂറോ സർജൻ ഇപ്പോൾ രക്ഷിതാക്കളെ അറിയിച്ചിരിക്കുന്നത്. ഇത് സഹോദരൻ വൈഷ്ണവ് പറഞ്ഞത് തന്നെയാണ് കൃത്യമായിട്ടുള്ള കാര്യം. കാരണം ഈ ജനലിൽ നിന്ന്, ഉയരത്തിലുള്ള ജനലിൽ നിന്ന് വീണാൽ മാത്രമേ ഇത്തരത്തിലുള്ള ഒരു പരിക്ക് ഉണ്ടാവുകയുള്ളൂ. ഇത്തരത്തിലുള്ള ഒരു പരിക്ക് ഉണ്ടായിട്ടും സ്വാഭാവികമായി വീഴുമ്പോൾ കുഞ്ഞ് കരയും. അത് സംഭവിച്ചിട്ടും തലയടിച്ച് വീണിട്ടും ഈ കാര്യം വീട്ടുകാരെ അറിയിച്ചില്ല എന്നുള്ളത് തന്നെയാണ്. തിരിച്ച് വിളിച്ചുകൊണ്ട് പോകുമ്പോൾ ഈ കുഞ്ഞ് കരഞ്ഞിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞുള്ളൂ. അതുകൊണ്ടാണ് രതീഷിന് സംശയമൊന്നും ഉണ്ടായില്ല. വീട്ടിൽ വിട്ടതിന് ശേഷം അദ്ദേഹം ആംബുലൻസ് ഡ്രൈവറാണ്. തിരികെ കണ്ടല സഹകരണ ആശുപത്രിയിൽ അദ്ദേഹം ഓട്ടത്തിനായിട്ട് തിരിച്ചു പോയിരുന്നു. തിരിച്ച് വൈകുന്നേരമാണ് ഈ കുട്ടി കരയുകയും ഈ ഛർദ്ദിക്കുകയും ചെയ്തത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ആരും ഓക്കെ, താങ്ക് യു അരുൺ സോളൻ. നിർഭാഗ്യകരമാണ്. ആ കുഞ്ഞ് എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ. പലപ്പോഴും കുഞ്ഞുങ്ങളൊക്കെ ഈ ജനലിന് മുകളിലൊക്കെ വലിഞ്ഞു പിടിച്ച് കയറുമ്പോൾ നമുക്കൊരു ടെൻഷനാണ്.
അത്രയും ഉയരത്തിൽ നിന്നൊക്കെ താഴേക്ക് വീണാൽ കുഞ്ഞിൻ്റെ ശരീരത്തിനുണ്ടാവുന്ന പരിക്ക് പെട്ടെന്ന് പ്രകടമാകണമെന്നില്ല. പ്രത്യേകിച്ച് നേരിട്ട് വലിയ പരിക്കോ മുറിവോ ഒന്നും ഇല്ലെങ്കിൽ ഇതറിയണമെന്നുമില്ല, കുഞ്ഞുങ്ങൾക്ക് പറയാനും അറിയില്ലല്ലോ. പക്ഷേ അതിനുശേഷം കുഞ്ഞ് ഛർദ്ദിച്ചപ്പോഴാണ് വീട്ടുകാർക്ക് കാര്യങ്ങൾ മനസ്സിലായത്. അതെന്തായാലും അങ്ങനെ ഉയരത്തിൽ നിന്ന് വീണു എന്നുള്ള വിവരം ആ സമയത്ത് രക്ഷിതാക്കളെ ഈ അംഗൻവാടിയിലെ ജീവനക്കാർ അറിയിക്കേണ്ടിയിരുന്നു. പക്ഷേ ആ ജീവനക്കാർക്ക് ഒന്നുകിൽ അതിൻ്റെ വ്യാപ്തി മനസ്സിലായിട്ടില്ല, അതല്ലെങ്കിൽ അവർ ഭയന്നിട്ടുണ്ടാവാം. എന്തായാലും അവർ ചെയ്തത് അതിനകത്തൊരു വീഴ്ചയാണ്. പക്ഷേ അതിന് വലിയ ശിക്ഷയൊക്കെ അവർക്ക് കൊടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ടെങ്കിൽ പോലും അവർ യഥാസമയം ആ വിവരം വീട്ടുകാരെ അറിയിക്കേണ്ടിയിരുന്നു. ആ കുഞ്ഞിപ്പോൾ ഗുരുതരാവസ്ഥയിലാണെന്നാണ് അരുൺ സോളമൻ റിപ്പോർട്ട് ചെയ്യുന്നത്. കുഞ്ഞെത്രയും